ഗോവ കടപ്പുറത്ത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഗോവയിൽ പോക്കുണ്ട്. കടപ്പുറത്ത് നീന്താനിറങ്ങി. എന്ത് വേണം ഇട്ടോട്ടെ, അച്ഛനും അമ്മയല്ലേ മക്കളെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ ഒരു കൂട്ടരുടെ കൂടെ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു സദസ്സിൽ പോകുമ്പോഴോ ആ സദസ്സറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം അല്ലേ. കൊച്ചു പിള്ളേരാകുമ്പോൾ ഒരു പരിധിവരെ ആൾക്കാർ കണ്ടില്ലാത്തടി. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയം. അതെ, ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ പ്രതിസന്ധി അവരുണ്ടാക്കി വെച്ചതാണ്. ഇത്ര അടി ഈ പാർട്ടിക്കകത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. എന്താണ് ഈ ആണായാലും പെണ്ണായാലും ഇവരുടെ ഉദ്ദേശം? കഴിഞ്ഞ ദേശീയ അവാർഡ്സും കൂടെ പറയണം. കാരണം ആടുജീവിതം എല്ലാവരും പ്രതീക്ഷിച്ചു. ഇതൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ശത്രുവാകും. എന്തിനാണ് ഇപ്പൊ എന്ത് കണ്ടിട്ടാണ് ഈ എമ്പുരാനെ ഇങ്ങനെ കിടന്ന് പറഞ്ഞെന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അതിൽ മകൻ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ സ്വന്തം അമ്മയെ കൊല്ലുന്നതാണ്. അപ്പോൾ കൊന്ന മകനും കൊല്ലപ്പെട്ട അമ്മയും മുസ്ലിങ്ങളല്ലായിരുന്നല്ലോ. കായംകുളം കൊച്ചുണ്ണിയുടെ കഥയെടുക്കാം. കായംകുളം പക്ഷത്ത് കത്തനാരും ഇത്തിക്കരെ പക്കി ഇവരുടെയൊക്കെ സ്വന്തക്കാരുടെ കേസ് കൊടുക്കാൻ പോകും. ഇവർ 4 പേരും കൂടി ഇരുന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യത്തിൽ വിശ്വസിച്ചു. കാരണം അതായിരുന്നു ചെയ്യേണ്ടത്. കാരണം ഇതൊന്നും നിങ്ങൾ ആരും പറയുന്നതൊന്നും ഞങ്ങളാരും ഉദ്ദേശിച്ചിട്ടില്ല. അതിപ്പോൾ മോഹൻലാൽ അഭിനയിച്ചാലും മമ്മൂട്ടി അഭിനയിച്ചാലും ജയറാം അഭിനയിച്ചാലും സത്യൻ അന്തിക്കാടിൻ്റെ പടം എന്ന് പറയുന്നതിനോട് എനിക്ക് വളരെ മുമ്പേ ഭയങ്കര ഇഷ്ടം. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം മല്ലിക സുകുമാരൻ, ഞങ്ങളുടെ മല്ലികാമ്മ. സ്വാഗതം. ജിഞ്ചർ മീഡിയയുമായിട്ട് വലിയ ബന്ധമായിരിക്കും. കാരണം ഒരു 3-4 ഓണമായി ഇങ്ങനെ നിരന്തരമായിട്ട് ഞാൻ പറയാറുണ്ട്. കാരണം കുറച്ചൊരു 3-4 സോഷ്യൽ മീഡിയയിൽ ഒരു 3-4 നല്ല രീതിയിൽ പോകുന്നതുണ്ട്. അതിലൊന്നാണ് തീർച്ചയായിട്ടും ജിഞ്ചർ മീഡിയ. അതിലെനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാം എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പം അല്ലാത്ത സോഷ്യൽ മീഡിയ ചാനലുകൾ ഒരുപാടായപ്പോഴാണ് നിങ്ങളുടെയൊക്കെ വില അറിയുന്നത്. മര്യാദയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ അറിയാവുന്നവരുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ സെലിബ്രേഷൻ വരുമ്പോഴും നിങ്ങളുടെ ഫോട്ടോസ് കാണാൻ നമുക്ക് ഭയങ്കര കൗതുകമാണ്. ലാസ്റ്റ് ടൈമുള്ള ഫോട്ടോസൊക്കെ നല്ല രസമായിരുന്നു, ഫാമിലി ഫോട്ടോ. കഴിഞ്ഞ ഇന്ദ്രൻ്റെ വീട്ടിലായിരുന്നു. ഇന്ദ്രൻ ഒരു പുതിയ വീടൊക്കെ വെച്ചിട്ട് അവിടെ ആദ്യത്തെ ഓണമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം. നല്ലൊരു വീടും ഒക്കെ വെച്ച് പോകാൻ എനിക്ക് അതിൻ്റെ സന്തോഷം. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ആ ഒരു സന്തോഷവും ആദ്യത്തെ അവരുടെ വീട്ടിലെ ഓണം എല്ലാം കൂടെ അവിടെ ആഘോഷിച്ചു. രാജുവേട്ടൻ്റെ ഇന്ദ്രേട്ടൻ്റെയും പടങ്ങളിലെ മലയാളമ്മയ്ക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രങ്ങളും തരത്തിലുള്ള സിനിമകളൊക്കെ എന്താ? അല്ല, അത് ഇന്ദ്രൻ്റെ നല്ല പടങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഞാൻ എപ്പോഴും പറയും. രാജേഷ് പിള്ളയുടെ ഒക്കെ പടങ്ങളൊക്കെ ഇല്ലേ, അതാണ് ഈ തണുത്ത വെളുപ്പാക്കാലത്തെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അത് പിന്നെ അതുപോലെ രാജുവിൻ്റെ അത് എത്ര നല്ല, എനിക്ക് ആദ്യത്തെ പടം ഒരു രാജുവിൻ്റെ നന്ദനം തൊട്ടേ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനത്തെ കഥാപാത്രം. അതുപോലെ ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ ഇടയ്ക്ക് ഈ വലിയ അടികളൊന്നും ഇല്ലാതെ അത്യാവശ്യം തമാശയും അടിയൊക്കെ കൂടെ കണ്ട ഒരു പടമാണ് മണിയമ്പിള്ള രാജു പ്രൊഡ്യൂസ് ചെയ്ത പാവാട. സത്യം പറഞ്ഞാൽ എനിക്ക് ആ കഥാപാത്രത്തിനോട് ഭയങ്കര സ്നേഹം. എനിക്ക് തോന്നുന്നു ഈ അമ്മയെ സ്നേഹിക്കുന്ന മകനായിട്ടൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആ കോടതി സീനിലൊക്കെ രാജു, ഞാൻ ദൈവത്തിനെ പോലെ വിശ്വസിക്കുന്ന ഒരു ഇതാണ് കോടതി, ഞങ്ങൾക്ക് ആരുമില്ല സാർ എന്നൊക്കെ ജഡ്ജിയോടൊക്കെ പറഞ്ഞ ഡയലോഗിൽ എൻ്റെ കട പറഞ്ഞു. അങ്ങനെ ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ മക്കളെ സിനിമയാണെന്നും അത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഡയലോഗാണെന്നും ഒക്കെ ഉള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തട്ടുമല്ലോ ചില സംഭവം. അതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പിന്നെ അടിപ്പടമായി പോകും. അത് പിന്നെ അത്തരം ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് അത് ഇഷ്ടമാണ്. അത് അഭിനയിക്കാതിരിക്കാനും പോകത്തില്ല. രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞാലേ കുറച്ചൊക്കെ ചീത്തവിളി കേൾക്കണം, കുറേ നന്നായിട്ട് ഭരിക്കണം എന്ന് പറഞ്ഞിട്ട് ചില ഇപ്പം ആടുജീവിതത്തിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് വിഷമായി. അതുപോലെ ഇന്ദ്രേട്ടൻ്റെ ഒക്കെ ഏതെങ്കിലും പടങ്ങള് വിഷമം തോന്നിയിട്ടുണ്ട്, അല്ലെ ഒരു ടെൻഷൻ തോന്നിയിട്ടോ? അയ്യോ ഇത് അല്ല, എനിക്ക് ഇന്ദ്രന്റെ പടം കണ്ട് എനിക്കൊരു വിഷമം തോന്നി. എനിക്കൊന്ന് അതിതായിരുന്നു തോന്നുന്നു. ലെഫ്റ്റ് ഈ എയർപോർട്ടിൽ അത് തന്നെ ആ വട്ട് എൻ്റെ കഥാപാത്രം. അതിനകത്തൊക്കെ ചില സീനുകൾ ഇതുപോലെയാണ്. സേതുലക്ഷ്മി അല്ലേ കൂടെ അഭിനയിച്ചതൊക്കെ. രമ്യ നമ്പീശനുണ്ട്. അത് പിന്നെ അമ്മയായിട്ട് അങ്ങനത്തെ സീനുകളൊക്കെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും അങ്ങനത്തെ സീനും അങ്ങനത്തെ കഥാപാത്രമൊക്കെ അഭിനയിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ്. ഇന്നലെ ദീപക് ദേവ് ചേട്ടന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കഥ പറഞ്ഞു വന്നപ്പോ എന്നോട് പറഞ്ഞു, ബ്രോഡാഡിയിൽ ലാലേട്ടനും രാജുവേട്ടനും കൂടെ പാടിയ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞുടനെ മല്ലികാമ്മേന്റെ വിളി വന്നു, എനിക്ക് ആ പാട്ട് അയച്ചു. അത് കഴിഞ്ഞ് രാജുവേട്ടനെ വിളിച്ചപ്പോ അമ്മയ്ക്ക് അയച്ചു കൊടുക്കണ്ട, അമ്മയ്ക്ക് അയച്ചു കൊടുത്താൽ എല്ലാരും പാട്ട് കേൾക്കുന്നു, പക്ഷെ ഞാൻ അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ അവരുടെ കൂടെ പാടിയ പാട്ട്. അതുപോലെ രാജുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു പാട്ട് പാടി ചെല്ലാൻ പറ്റും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദീപക് ദേവിൻ്റെ ഒരു കഴിവും. പിന്നെ രാജുവായിട്ട് രാജു പറയാമേ ഇപ്പം അങ്ങനെ പ്രയാസമൊന്നും ഇല്ലമ്മേ, കുറേയൊക്കെ നമുക്ക് നിർത്തിയൊക്കെ എടുക്കാം, തെറ്റും നടത്ത്. ശരിയാ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം പാടി ഓക്കെ ആണെങ്കിലും ഓക്കെ, ഇല്ലെങ്കിലും ഒന്നും കൂടെ ഫുൾ പാടുക. ഇപ്പം അതല്ല, ഒരു പാരഗ്രാഫ് മാത്രമായിട്ട് പാടി അത് എഡിറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിലല്ലേ എല്ലാം. രാജു പാടാൻ പറ്റാഞ്ഞിട്ടല്ല, നന്നായിട്ട് സ്കൂളിൽ പഠിക്കൊണ്ടിരുന്നു. പിന്നെ പാട്ടങ്ങ് വിട്ടു. ഇന്ദിര പക്ഷേ ഇപ്പോഴും
പാട്ട് സജീവമായിട്ട് കൊണ്ടു നടക്കുന്ന ആളാണ്. എപ്പോൾ പോയാലും വണ്ടിക്കകത്ത് എല്ലാ പാട്ടും അതിൻ്റെ കൂടെ അവൻ പാടുക, ഇങ്ങനെയൊക്കെയുള്ള. മല്ലികാമ്മയ്ക്ക് ഇവർ രണ്ടുപേരും പാടുന്നതല്ലേ, ഒരു പാട്ട് ട്രൈ ചെയ്യണം തോന്നി. ഞാൻ ഏതാണ്ട് ഒരു 30 വയസ്സ് വരെ അതാ ഇപ്പൊ പലയിടത്തും ചെല്ലുമ്പോൾ ചേച്ചി 2 വരി. അപ്പൊ അന്നാള് ഈശ്വര ഞാൻ ഏതോ ഒരു പ്രോഗ്രാമിൽ ചിത്രം ഞാൻ എൻ്റെ മോള് കേട്ടത് എപ്പോഴാ 30ാമത്തെ വയസ്സിൽ ആ മല്ലിക ചേച്ചി. ഇപ്പം ഞാൻ ചിത്രയും തിരുവനന്തപുരത്ത് അടുത്തടുത്താണ് താമസിക്കുന്നത്. അപ്പം എനിക്ക് ഒരുപാട് കാലമായിട്ട് ചിത്രയെ അറിയാം. അപ്പോൾ അന്നൊക്കെ എന്തെങ്കിലും എവിടെങ്കിലും ചെന്നിരുന്ന് 2 വരി മുളുന്ന കേട്ടോണ്ട് ഇപ്പം ഈ 70ാം കാലത്ത് ചേച്ചി ഒന്ന് പാടിക്കുക. ഞാൻ പറയാം, അങ്ങനെ പാടണമെങ്കിൽ നമ്മൾ ആ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണം. മറ്റൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. ഇങ്ങനെ ഇവരൊക്കെ പാടുന്ന പോലെ നിർത്താതെ 4 വരി അങ്ങനെ നമുക്ക് പറ്റത്തില്ല. പാട്ട് പാടിയെങ്കിലേ നമുക്ക് ഇനി ഒരിടത്ത് പാടാനും ഒക്കത്തുള്ളൂ. ഒരു അവസാനം ആൾക്കാർ വല്ല കാര്യമുണ്ടോ ആ തളക്കിരുന്ന് പാടിയിട്ടത് ചോദിപ്പിക്കരുതല്ലോ. അതുകൊണ്ടാണ് ഈ അവിടെ ഇവിടെ ഒരു വരി ഊളിയൊക്കെ നിർത്തും. ഇടക്കാലത്തൊരു ബ്രേക്ക് എടുത്തു, ഇവരൊക്കെ വളരുന്ന ഒരു കാലഘട്ടമൊക്കെ. അത് കഴിഞ്ഞല്ലേ പിന്നെയും തിരിച്ചു വന്നത്. തീർച്ചയായിട്ടും. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഞാനെന്ന നടി എനിക്ക് ആ ബ്രേക്ക് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ മുകളിലേക്ക് കുറച്ചുകൂടെ വലിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ? ഒരിക്കലും ഇല്ല. അത് ഇപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ അന്ന് ആ ക്യാരക്ടർ വിളിച്ച ചെയ്യാമായിരുന്നു തോന്നുന്നല്ലാതെ അന്ന് എൻ്റെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ജീവിതം, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, അതിന് എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ ഭർത്താവ്. അങ്ങനെ എനിക്കൊരു കുടുംബജീവിതം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനത്തോട് എല്ലാ ദൈവങ്ങളെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ പറയാം, അത് സാധിച്ചിട്ടുള്ളൊരമ്മയാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും നോക്കിയിട്ടുണ്ട്. എൻ്റെ മക്കളെ ഞാൻ നന്നായിട്ട് വളർത്താനായിട്ട് ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. പാടുപെട്ടുക എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ആൺപിള്ളേരാണ്. ഇരിക്കുമോ ഇവിടെ ഇരിയടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന സൈസായിരുന്നു 2. എൻ്റെ അമ്മയെ അത് പ്രത്യേകിച്ച് രാജു ഭയങ്കര കുസൃതിയായിരുന്നു. ഞാനിപ്പോൾ പറയാൻ പണ്ട് മോഹൻലാലിൻ്റെ കാര്യം ഇതുപോലെ. ലാലുവൊക്കെ നമ്മൾ കാണത്തില്ല, വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നിർത്തി വെച്ച് പെട്ടെന്ന് അയ്യോ എന്തിയാ ലാലു എന്ത് അച്ഛൻ മുറ്റത്തുനിന്ന് വിളിച്ചതുകൊണ്ട് അവൻ മാവിൻ്റെ മണ്ടയ്ക്ക് എന്നൊക്കെ പറയാം. അപ്പം ഇങ്ങനെയൊക്കെ അപ്പം അതുപോലത്തെ ആൺകുട്ടികളാവുമ്പോൾ കുസൃതി കൂടും. എന്നാലും ഞാൻ അവരോടൊപ്പം നിന്ന് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കി വല്ലപ്പോഴില്ലേ സുഖോടെ ഈ ഷൂട്ടിങ്ങിൽ ഇല്ലാത്തപ്പോഴല്ലേ വീട്ടിൽ വരാനൊക്കത്തുള്ളൂ. അത് അദ്ദേഹത്തിനും അറിയാം. എൻ്റെ കുറവ് ഒട്ടും അറിയിക്കാതെ മല്ലിക അവരുടെ പഠിത്തക്കാര്യത്തിലും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി. ഞാനത് മാത്രമേ എപ്പോഴും പറയാറുള്ളൂ. അദ്ദേഹം മരിച്ചപ്പോഴും എനിക്ക് തോന്നിയതാണ് ചില ഒരു വലിയ ബാധ്യത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുക എന്നുള്ളവരുണ്ട്. അത് വിട്ടിട്ട് ഞാൻ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പോകാം. അവരൊക്കെ ഒരു SSLC വരെയൊക്കെ ആയിക്കഴിയുമ്പോൾ പിന്നെ അവരവരുടെ സ്വന്തമായ കാര്യങ്ങളും തീരുമാനങ്ങളും നമ്മളോട് പറഞ്ഞോളാം. അതുവരെ നമ്മളൊന്നൊരു ടീച്ചറായിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. വടക്കന്മാരൊക്കെ പൊതുവെ പറയുന്ന ഒരു കാര്യം, തെക്കന്മാരായ സ്ത്രീകളാ കുറച്ചുകൂടെ ബോൾഡ്. കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടുണ്ടെന്നോ? കൊള്ളാം. അതൊരു വലിയ ചൊല്ലാണ്. അതറിയോ? വടക്കോട്ടുള്ള ആണുങ്ങളും തെക്കോട്ടുള്ള പെണ്ണുങ്ങളുമാണ് ഏറ്റവും നല്ല ചേർച്ച. അത് കാരണം വടക്കോട്ടുള്ള ആണുങ്ങൾ നല്ല കുടുംബസ്നേഹികളായിരിക്കും, തെക്കോട്ടുള്ള പെണ്ണുങ്ങൾ കാര്യങ്ങൾ നോക്കാൻ നല്ല മിടുക്കികളായിരിക്കും. അപ്പം ഇതുപോലെ പണ്ട് എവിടെയോ വെച്ച് പറഞ്ഞപ്പം സുഖമായിട്ട് അമ്മ പണ്ടമ്മ പറഞ്ഞൊരു കാര്യം ഇവള് തന്നെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്ത് ഇവക്കൊന്ന് പറഞ്ഞു കൊടുത്തതൊക്കെ പറയാം. ചിലപ്പോൾ സുഖട്ടം വടക്കോട്ടാണല്ലോ. അപ്പോൾ പൊന്നാനി ഭാഗമല്ലേ. ഞങ്ങളൊക്കെ ഈ ഓണാട്ടുകാരെയാണെങ്കിൽ പോലും താമസമൊക്കെ തിരുവനന്തപുരത്ത് അച്ഛന് ജോലിയാണ്. അതിന് സുഖട്ടൻ എന്നെ കളിയാക്കും, നിൻ്റെ അമ്മ പറഞ്ഞ കേട്ടല്ലോ, വടക്കോട്ടുള്ള ആണുങ്ങളും തെക്കോട്ടുള്ള പെണ്ണുങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ നീ ആള് പിടിക്കായിരിക്കും, പക്ഷെ സ്നേഹം ഞങ്ങൾക്കാണ് കൂടുതലതാണ് നിൻ്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ഞങ്ങൾ. അതൊരു സത്യം കേട്ടോ. അത് വളരെ പെർഫെക്റ്റ്. അതാ തീർച്ചയായിട്ടും. അതെ. ഇപ്പോ രാജുവേട്ടനും ഇന്ദ്രേട്ടനെയും പറഞ്ഞ പോലെ തന്നെ സുപ്രിയ ചേച്ചി ആയാലും പൂർണിമ ചേച്ചി ആയാലും അവർ ഓൺടർപ്രണർ ആണ്, പ്രൊഡ്യൂസർ ആണ്, അല്ലെ ആക്ട്രസ് ആണ്, ജേർണലിസ്റ്റ് ആണ്, ഒരുപാട് റോൾസ് ഉണ്ട്. മാത്രമല്ല അവർ വളരെ കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ആൾക്കാരാണ്, ബോൾഡായിട്ട് ആൻസേഴ്സ് പറയുന്ന ആൾക്കാരല്ലേ. കൂടുതൽ സമയം പെൺമക്കൾ അവരുടെ കൂടെയാണല്ലോ വളരുന്നത്. എന്താ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് തോന്നിയിട്ടില്ല മക്കളില്? ഞാൻ എന്തെങ്കിലും കണ്ടാൽ ഞാൻ വിളിച്ച് പറയാം. ഞാൻ പറയാം, മോളെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ചിലപ്പോൾ പറയും, അയ്യോ ലണ്ടനിൽ പഠിച്ചിട്ട് വന്നപ്പോൾ പ്രാർത്ഥനയുടെ ഡ്രസ്സ് മാറി എന്ന് പറയും. ഞാൻ പറഞ്ഞു, അത് തിരുത്തേണ്ടത് അവരുടെ അച്ഛനും അമ്മയാണ്. ലണ്ടനിൽ അവളുടെ കൂടെ മുറി താമസിച്ചവരൊക്കെ ഇതിനും ദയനീയമായിട്ടാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു പക്ഷേ അയ്യോ അത് കണ്ട് പഠിക്കല്ലേ മോളെ എന്ന് പറയാൻ എന്താ അമ്മേ വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ് എന്ന് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് കയറി ഞാൻ ഇടപെട്ടാൽ ആ കുഞ്ഞിനാണ് അയ്യോ അമ്മൂമ്മ വഴക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ ഇപ്പം ശരി ഗോവ കടപ്പുറത്ത് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഗോവയിൽ പോയിക്കൊണ്ട് കടപ്പുറത്ത് നീന്താനിറങ്ങി എന്ത് വേണേ ഇട്ടോട്ടെ, അച്ഛനും അമ്മയല്ലേ മക്കളെ കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ വേറൊരു കൂട്ടരുടെ കൂടെ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ഒരു സദസ്സിൽ പോകുമ്പോഴോ ആ സദസ്സറിഞ്ഞ് പെരുമാറാൻ പഠിക്കണം അല്ലേ. ഇപ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വെറുതെ കിടന്ന് അതേവരെ ഇടാത്ത ചില പ്രത്യേക വേഷവിധാനങ്ങളൊക്കെ ഇട്ട് കിടന്ന് ഒരു ബഹളം കാണിക്കുന്നതാണ്. അത് കൊച്ചു പിള്ളേരാകുമ്പോൾ ഒരു പരിധിവരെ ആൾക്കാർ കണ്ടില്ലാതടിക്കും.
പക്ഷേ 10-30 വയസ്സ് ഇപ്പം ഞാൻ നാളെ നിങ്ങളുടെ മുമ്പിൽ ഇൻ്റർവ്യൂ വരുമ്പോൾ അങ്ങനത്തെ ഒരു വേഷം, ചേച്ചിക്ക് എന്താ പറ്റി, ഒരു കുഴപ്പമില്ലായിരുന്നില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ അവനവൻ്റെ ശാരീരിക അവസ്ഥയും അവനവൻ്റെ എന്താ പറയുക പങ്കെടുക്കുന്ന ആ ഒരു പരിപാടിയുടെ വലിപ്പം, അവിടെ വരുന്ന സദസ്യരുടെ സ്ഥാനമാനങ്ങൾ, ഇതൊക്കെ പ്രധാനമാണ് ഒരു സ്ത്രീകൾ പെരുമാറുന്നത്. അപ്പം ഞാനെപ്പോഴും ഈ രണ്ടുപേരോടും പറയാറുണ്ട്, അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും വെളിയിൽ പഠിച്ചു, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് അവൾ പോപ്പ് മ്യൂസിക് അവിടെ പോയി പഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇപ്പോൾ തിയേറ്ററിൻ്റെ എന്തോ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട് ബാംഗ്ലൂരിലോ കണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അങ്ങ് പോകും, അന്ന് അമേരിക്കയിൽ പോകുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർക്കറിയാം ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ്. പിന്നെ പൂർണിമയുടെ പ്രാണയുടെ ഒരു മോഡലാണ് പ്രാർത്ഥന. എല്ലാ ആദ്യത്തെ എപ്പിസോഡൊന്ന് ഇടിച്ച് നോക്കും. ഞാൻ പറയും അയ്യോ കഷ്ടം, അവസാനം ഇതിന് തയ്ച്ച് പ്രാണയുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ മോളെ, അമ്മോ വാങ്ങിച്ചു തന്നാൽ ഇനി പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഞാനും തമാശ പറയുന്നതല്ലാതെ അത് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ളത് അവരുടെ മറ്റു കാര്യങ്ങളിൽ നമ്മൾ നോക്കുക. മല്ലികാമേനെ എല്ലാവരും ഒരു റോൾ മോഡലായി കണ്ടിട്ടുള്ള, ഇപ്പൊ നേരത്തെ പറഞ്ഞു അനൂപ് മേനോന്റെ വൈഫിന് വരെ റോൾ മോഡലാണെന്ന് പുള്ളിക്കാരി പറഞ്ഞു. ഈ വീട് ശരിക്കും അതെ ക്ഷേമയുടെ ആയിരുന്നു. ഞാൻ ഈ ഫ്ലാറ്റ് വാങ്ങിച്ചത് ക്ഷേമയുടേതാണ്. അപ്പോൾ ഇങ്ങനെ അതിന് ശേഷം എന്നോട് ഒരുപാട് പേര് ഈ വീട് വിൽക്കുമോ എന്നൊക്കെ ചോദിച്ചു. അവരോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ക്ഷേമ ചേച്ചി എപ്പോഴും വലിയ കാര്യമാണ് ക്ഷേമയ്ക്ക്, എനിക്കും അതെ. അത് എന്നിട്ട് ഈ ക്ഷേമയുടെയൊക്കെ ഞാനിരിക്കുന്ന ദിവസം ചോദിച്ചു, ക്ഷേമ ഇങ്ങനെ നമ്മൾ അനൂപ് മാരേജ് ഫിക്സ് ചെയ്തോ? ചേച്ചിയുടെ ആര് പറയുമ്പോൾ ചിരിച്ചു. എന്നിട്ട് ചെയ്തെന്നോ ഇല്ലെന്നോ ക്ഷേമ പറഞ്ഞില്ല കേട്ടോ, മിടുക്കി. അപ്പം അത് ഇവിടെ എടുത്താണ് താമസിക്കുന്നത്. പക്ഷേ അന്നും ഇന്നും വിവാഹത്തിന് മുന്നേ അറിയാം അല്ലേ അവരെ? അറിയാം. ഇത് ഇവിടിൻ്റെ ഉടമസ്ഥയാണ്. അതിൽ അന്ന് കല്യാണം ഞാനിത് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇവരുടെ വിവാഹം ആയിട്ടില്ല. അപ്പോൾ എന്നാലും എനിക്കറിയാം മിടുക്കിയാണ്, നല്ല കുട്ടിയാണ്, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. അങ്ങനെ തുറന്ന് പറഞ്ഞിട്ട് ആ ഒരു മനസ്സും കൊണ്ട് നടക്കുന്നതിന് ഒരു സുഖമൊന്ന് വേറെയാണ്. മറ്റേ എന്താ പറയുക, ആരാണ്ട പറഞ്ഞിട്ടില്ല, കടം വാങ്ങിക്കുന്നവരെ പോലെ മറ്റന്നാൾ 4 മണിക്ക് ഞാനിഞ്ഞു കൊണ്ട് തരാം കേട്ടോ ചേച്ചി, ഒരു 10,000 രൂപ ചെയ്യാനെന്ന് പറയാം. പിന്നെ ഒരുപാട് മറ്റന്നാൾ കഴിയും. ശരി പോട്ടെ, നമ്മൾ ചോദിച്ചില്ല. പക്ഷെ നമ്മളെ കാണുമ്പോൾ അതുകൊണ്ടല്ല അവർ അയ്യോ ഇങ്ങോട്ട് വാ, പിന്നെ പോവാ അങ്ങോട്ട് എന്ന്, അതായിരിക്കും പിന്നെ അവരുടെ അവസ്ഥ. എന്തിനാണ് തുറന്നങ്ങ് പറയാം, ചേച്ചി എൻ്റെ കിട്ടുമ്പോൾ ഞാൻ തരാം വലിയ എന്ന് പറഞ്ഞാൽ പോരെ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ഉപകാരം ചെയ്യാൻ മാറി ഇത് നമ്മളെ തെറി വിളിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് സമൂഹം പോയി. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു കോൺഗ്രസ് അനുഭാവി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. കേരളത്തില് കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഈ പ്രതിസന്ധി അവരുണ്ടാക്കി വെച്ചതാണ്. ഞങ്ങളൊക്കെ 10-45 വർഷം കൊണ്ട് കോൺഗ്രസിനെ എനിക്ക് ഇന്ദിരാഗാന്ധി ഭരിച്ച് രാജീവ് ഗാന്ധിയുടെ ഭരണം വരെ എനിക്ക് വാസ്തവത്തിൽ ബഹുമാനമേ ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിലൊക്കെ പോയിട്ട് അന്നത്തെ കാലത്ത് അവരുടെയൊക്കെ അടുത്ത സുഹൃത്തുക്കളും മലയാളികളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ വലിയ വിഷമമുണ്ട്. ഇത്ര അടി ഈ പാർട്ടിക്കകത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സിന് തന്നെ കുത്തുപോയി ചോദിച്ചാൽ ഇപ്പം ഞാൻ ആ സിസ്റ്റം ഇപ്പോൾ ഒരു കഴിഞ്ഞ 4-5 അത് കൂടുതലേക്കാണ്, ഒരു 5-6 കൊല്ലമായിട്ട് വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യും. സത്യം പറയാം, ഞാനിപ്പോൾ പാർട്ടി നോക്കാറില്ല. പറയുന്ന പോലെയൊക്കെ എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരു നേതാവായിരുന്നു ഇ കെ നായനാർ. അദ്ദേഹത്തിൻ്റെ ചിലപ്പോഴത്തെ ഉത്തരങ്ങൾ കേട്ടാൽ നമ്മൾ വിചാരിക്കും ശരി ഇവരൊന്നും രാഷ്ട്രീയത്തിൽ വരാൻ പറ്റിയവരല്ലേ എന്ന് തോന്നാറുണ്ട്. ഞാൻ ടീച്ചറിനോട്, ശാരദ ടീച്ചറിനോട് തന്നെ പറയും. അപ്പം അതുകൊണ്ട് ഈ പിന്നൊരു കാര്യമുണ്ട്, ആര് ഭരണപക്ഷം ഇരിക്കുമ്പോൾ പ്രതിപക്ഷം ചീത്ത വിളിക്കും, പ്രതിപക്ഷം ഭരിക്കുമ്പം ഭരണപക്ഷം ചീത്ത വിളിക്കും. അത് ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മളെ പറ്റിക്കാനായിട്ട്. അല്ലാതെ അത്ര വലിയ ഭീകരമായ വെറുപ്പൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അടുത്ത ഇലക്ഷനാണല്ലോ മെയിൻ അജണ്ട. അപ്പം അതൊന്ന് കടന്നു കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാണിക്കാമോ അതെല്ലാം ഇവിടെ നടക്കും. ഇതൊന്നും കണ്ടിട്ട് ജനങ്ങൾ എടുത്ത് ചാടരുത്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി എനിക്ക് വളരെ അടുത്തറിയാം. അന്ന് ചാനലിലിരിക്കുന്ന കാലം തൊട്ട് വീണ എനിക്ക് നന്നായിട്ട് അറിയാം, മാഡത്തിന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു കെട്ടിട ഇടിഞ്ഞ് വീണു എന്ന് പറഞ്ഞാൽ അവരുടെ തലയിൽ കയറുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പം ഞാൻ ചോദിച്ചു, ഞാനാണെ ഇടിയത്തില്ലേ? അവിടെ നിൽക്കുമോ കെട്ടിടം ഇടിയാറാകുമ്പോൾ ഇടിയും. അപ്പം സംഗതി അതല്ല, അതിനൊരു കറക്റ്റായിട്ട് സത്യം പറഞ്ഞു അവിടെ അതിനകത്ത് പാർട്ടി കൊണ്ടുവരരുത്. സത്യസന്ധമായിട്ട് ഇത് മിക്കവാറും ഇടിഞ്ഞ് താഴെ പോകും, എത്ര വേഗം അത് പൂട്ടി അങ്ങ് മാറ്റി ഇടത് പൊളിച്ചുകളാ, അതിനുള്ളൊരു സംവിധാനം സത്യസന്ധമായിട്ട് പാർട്ടി ചിന്തയില്ലാതെ അത് നടപ്പിലാക്കുന്ന ഒരു സംവിധാനം ഏത് സർക്കാർ ഭരിച്ചാലും കൊണ്ടുവരണം. അതൊരു സത്യം തന്നെയാണ് അല്ലേ? അപ്പം അല്ലാതെ ഇപ്പോൾ ഒരാളായിരുന്നു വേറൊരാളായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ആ കെട്ടിടം ഇടിയത്തില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ 2 കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധിക്കണം. അതിന് അടുത്ത ഗവൺമെൻറ് ആരോ ഇപ്പം ഇദ്ദേഹം തന്നെ ആണെങ്കിലും ശരി, വിദേശത്തൊക്കെ ഒരു നിയമമുണ്ട്, ഈ അപ്രോച്ച് റോഡുകളെന്ന് പറയും, ആശുപത്രി,
സ്കൂള് ഒക്കെ പോകുന്ന റോഡുകൾ എപ്പോഴും ട്രാഫിക് കുറച്ച് ക്ലീൻ ആക്കിയിട്ടേക്കും. അത് എമർജൻസി റോഡ്സാണ്. ഫോർ എക്സാമ്പിൾ വെളിയിൽ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് വേറെ ട്രാക്കാണ്, ശ്രദ്ധിച്ചിട്ടില്ലേ? കാരണം അവിടെ ഇട്ടിങ്ങനെ ഇഴയ്ക്കാൻ സമ്മതിക്കത്തില്ല. എന്ന് പറയുന്ന പോലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ആംബുലൻസ് പോകണം. എൻ്റെ പൊന്നെ ദൈവമേ, ഞാൻ മിനിഞ്ഞാന്ന് ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഒരു ആംബുലൻസ് പോകാൻ പെട്ട പാട്. അത് ഇനിയിപ്പോൾ പെട്ടെന്ന് കൊണ്ട് നാളെ തിരുത്താനൊക്കത്തില്ല. ഇതൊക്കെ സിറ്റി പ്ലാനിങ്ങിൻ്റെ കുഴപ്പമാണ്. അതൊക്കെ മന്ത്രി ഇറങ്ങി വന്ന് ഇങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടെന്ന് പറയാനൊക്കത്തില്ല. സോ ഞാനതൊക്കെ അതിനുള്ള ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു വിദഗ്ധരായ ഒരു സംഘം, അതൊരു ഓഫീസേഴ്സ് ആവട്ടെ, എൻജിനീയേഴ്സ് ആവട്ടെ, അല്ലാതെ ഇന്ന് ടാറിട്ടു നാളെ മഴ പെയ്തു മറ്റന്നാ കുഴി, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ബില്ല് പാസ്സാക്കി കൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ശരിയാക്കിയിട്ടേ കൊടുക്കാവൂ. അല്ല, തമാശ പറയാ. കാര്യം ഇപ്പം അന്നേരം എന്താ പറഞ്ഞ്, ആംബുലൻസ് എത്താനുള്ള വഴി ഇല്ല, താമസിച്ചു പോയി. പിന്നെ ഇത് ഈ ഇടിഞ്ഞു വീണതെല്ലാം കൂടെ വരാനായിട്ടുള്ള മറ്റേ JCBക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അതൊന്നും പാടില്ല. അതൊക്കെ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ എമർജൻസി സർവീസ് ആയിരിക്കണം. എല്ലാം ഒരു ഇടിഞ്ഞു വീണു, അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ പോയി, ആരും വിചാരിച്ചില്ല അതിനകത്ത് ആളുണ്ട്, പഴയ കെട്ടിടം എന്നൊക്കെ, പക്ഷേ എന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെ പോയി? അപ്പോൾ അത് പൂട്ടിയിട്ടില്ലായിരുന്നു എന്നല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അപ്പോഴപ്പോൾ ഗവൺമെൻറ്റിനെ ഇറങ്ങി ചോദിച്ചാൽ പറയാം, ഞങ്ങൾ പണ്ടേ എഴുതി, പക്ഷേ ഗവൺമെൻറ് നിന്ന് ആക്ഷൻ വന്നില്ല. വീണ്ടും എഴുതണം, അല്ലെങ്കിൽ പോയി കാണണം. നാളെ ഇടിഞ്ഞ് വീഴുമ്പോൾ ഞങ്ങളെ പറയല്ലേ, എൻ്റെ പൊന്നെ സാറേ ഒന്ന് എഴുതി തന്നേരെ, ഇപ്പം ചെയ്യാൻ ഒക്കത്തില്ലത് എന്ന് പറയണം. അതെന്താ നടക്കാത്തത്? എനിക്ക് ഇപ്പോഴും ഒരു സംശയം. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പം ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ സാറ് ശക്തമായിട്ട് അദ്ദേഹത്തിന് ഇച്ചിരി മുൻകോപം കൂടുതലാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇച്ചിരി മുൻകോപമൊക്കെ വേണമെന്നേ. മുഖ്യമന്ത്രിമാർക്കൊക്കെ ശാല ഇരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ വക കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിക്കാനുള്ള ഒരു അതിപ്പോൾ ഇതിലായാലും ശരി, സാംസ്കാരിക രംഗമോ വിദ്യാഭ്യാസ രംഗമോ സിനിമാ രംഗമോ ആവട്ടെ, നമ്മൾ ചുമ്മാ കൂടെ മീറ്റിംഗ് നടത്തി നല്ല ഫുഡ് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഫലപ്രദമായ രീതിയിലുള്ള തീരുമാനങ്ങൾ വരണം, അല്ലേ? അവിടെ കോൺക്ലേവ്, ഇവിടെ കോൺക്ലേവ്, പത്രങ്ങളുടെ കോൺക്ലേവ്, ചാനലിൻ്റെ എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അവസാനം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നും കൂടെ ഞങ്ങളെയൊക്കെ ഒന്ന് അറിയിച്ചാൽ വലിയ ഉപകാരം. അതില്ല. എല്ലാവരും പ്രസംഗിച്ചേച്ച് പോയി. അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പം കോൺക്ലേവുകൾ കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളത് അത് അദ്ദേഹത്തിന് സാധിക്കും കേട്ടോ. സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിന് സാധിക്കും. അതൊന്ന് മുൻകൈ എടുത്ത് ഇറങ്ങണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഇനിയിപ്പോൾ അടുത്തൊരു മന്ത്രിസഭ വന്നാൽ പോലും ഈ വക കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ മന്ത്രിസഭ ഇവിടെ ഇരിക്കുമ്പോൾ നടക്കുന്നത് എന്ന് വിലയിരുത്താനായിട്ട് ജയലളിത ചെയ്തതുപോലെ ഒരു ഹൈ പവർ കമ്മിറ്റിയെ വെച്ച് അവർക്ക് സൂപ്പർവൈസ് ചെയ്യാം ഇവിടെയും. അത് ദാറ്റ് ഷുഡ് ബി ഡൺ. ഇപ്പം അടുത്ത മന്ത്രിസഭ പറഞ്ഞപ്പോഴാ തുടർഭരണം എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. മല്ലികാമ്മയുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താ? തുടർഭരണം ആര് ഭരിച്ചാലും തമ്മിലടി അല്ല. ഒറ്റ കാര്യം, ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാനൊരു കൊടി പിടിച്ച് പോയിട്ടുള്ള ആളല്ല. ഞാൻ കോൺഗ്രസ്സുകാരാണ്. എൻ്റെ അച്ഛനൊക്കെ ഞാൻ പറയുന്നത്, ഒരു തീരുമാനം എടുക്കുന്നത് അവരുടെ പാർട്ടി ഓഫീസിനുള്ളിലെ റോഡിലിട്ട് ഈ ഉള്ള ബഹളങ്ങളൊക്കെ വലിയ, അത് ഇപ്പോഴത്തെ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ വെറുതെ പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യങ്ങളിലൂടെ ഉണ്ടാകുന്ന വിവാദങ്ങളാണ്. എന്താണ് ഈ ആണായാലും പെണ്ണായാലും ഇവരുടെ ഉദ്ദേശം? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഇപ്പോൾ സിനിമയിലാണെങ്കിലും പോട്ടെ, ശരി, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇയാളെ പടത്തിന് വേഷത്തിന് അവനെ കളിപ്പിച്ചു, അത് 3 വർഷം കഴിഞ്ഞിട്ടാണോ പറയണ്ടേ? ആദ്യത്തെ പ്രാവശ്യം പറ്റിച്ചപ്പോൾ ഒരെണ്ണം അങ്ങ് പൊട്ടിച്ചാൽ പോരെ, എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്താൽ പോരെ, സാറേ ഞാനൊരു തല്ല് കൊടുത്തു കേട്ടോ, അയാളെന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ തീരെ പ്രശ്നങ്ങൾ. എന്തിനാ ഈ 2 കൊല്ലം 3 കൊല്ലം ഒക്കെ കാത്തിരിക്കുന്നത്? അത് ആരെങ്കിലും ഒരു വ്യക്തമായ ഉത്തരം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കാം. പക്ഷേ അതെന്തുകൊണ്ട് പറഞ്ഞില്ല? പേടിച്ച് പറഞ്ഞു. അത് ഭർത്താവും കുട്ടികളും ഉള്ളത് കൊണ്ടോ? ഇപ്പോൾ ഇല്ലേ അവരെയൊക്കെ കളഞ്ഞോ? ഇതൊന്നും വ്യക്തതയില്ല. അപ്പോൾ ആർക്കും ആരെക്കുറിച്ച് എന്തും പറയാം. അത് കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJPക്കാരനായാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതെ, ഒരു പ്രശ്നം വരുമ്പോൾ ഇവർക്കെല്ലാം നല്ല നല്ല എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസുണ്ടല്ലോ, അതിനകത്തിരുന്ന് അത് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഇട്ട് അലക്കാതെ അത് പറയുക. അത് തമ്മിൽ ഭേദം തുമ്മൽ എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറേ കൂടെ അങ്ങനെ പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് കുറച്ച് കുറവാണ് കോൺഗ്രസ്സിൽ. ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, മുൻ KPCC പ്രസിഡൻ്റ് ആയിരുന്നാലും അതിന് മുമ്പ് മന്ത്രിമാരായിരുന്നവരും എല്ലാവരും ഈ മൈക്കിലൂടെ പറഞ്ഞ് ഇത് പൊതുജനം മുഴുവനും അറിയുക, അല്ലേ? പിന്നെ ഈ പ്രതിപക്ഷം പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പുറത്തും ഉണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളെന്നൊക്കെയുള്ളത്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ 2-3 ഫംഗ്ഷൻ ഇപ്പോൾ പോയി പറഞ്ഞതാ, ചേച്ചി ഇത് കുറേ പേര് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കും. അപ്പോൾ കുറേ കൂടുതൽ ശത്രുക്കളുണ്ടാകും. കുറച്ച് പേര് അത് അവരുടെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ശിക്ഷ. അപ്പോൾ അത് ഒന്നുമില്ലെങ്കിൽ അങ്ങനെ,
എന്നാൽ പോലും തെറ്റ് ചെയ്തു എന്നിപ്പോൾ ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ബോധ്യമായാൽ ശിക്ഷ കൊടുക്കണം. ജനത്തിന് അത് കണ്ടാൽ മതി. എന്ന് വിചാരിച്ചാൽ അവരെ ഭയങ്കര ശിക്ഷ എന്നല്ല പറയുന്നത്. ഈ പറയുന്ന പോലെ സസ്പെൻഡ് ചെയ്യുകയോ എടുക്കും, പോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, നീ ചെയ്തത് തെറ്റാണെന്നുള്ളത് തലപ്പത്തിരിക്കുന്നവർ സമ്മതിച്ചല്ലോ. അതാണ് ജനം പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ ഇത് അയാളാണെന്ന് തെളിവുണ്ടോ? നമ്മൾ ആരും തെളിവ്, അതൊക്കെ കോടതിയുണ്ട് ഇവിടെ, ഒരു കോടതി അന്വേഷിച്ചുള്ളൂ. കോടതിയോടൊക്കെ എനിക്കൊക്കെ ഭയങ്കര ബഹുമാനമാണ്. അല്ലാതെ ചുമ്മാ 10 പേരിരുന്ന് നിരത്തി പിടിച്ച് വായ പഠിച്ചെന്ന് പറഞ്ഞ് കോടതിക്ക് ശിക്ഷിക്കാനോ രക്ഷിക്കാനോ പറ്റത്തില്ല. അപ്പോൾ കോടതിക്ക് ബോധ്യമാകണം ഈ തെളിവുകൾ ധാരാളം മതി എന്ന് കണ്ടാൽ കോടതി ശിക്ഷിക്കണം. അത് ഞങ്ങളെ പോലെയുള്ള വയസ്സായ, കാരണം ഞങ്ങൾക്കൊക്കെ അവരൊക്കെ ഉള്ള ആശ്രയം. അല്ലാതെ വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ തൂത്ത് പെറുക്കി എടുത്ത് കളയും. അതുകൊണ്ട് അത് ഞാനതാ പറഞ്ഞത്. അപ്പോൾ അതേകൊണ്ട് കുറച്ചും കൂടി ഇവരുടെ ഈ വഴക്കുകളൊന്ന് കൺട്രോൾ ചെയ്ത് ഒതുക്കി നിർത്തിയാൽ വലിയ ഉപകാരം. അങ്ങനെയൊക്കെ നോക്കുമ്പം ഏറ്റവും കുറഞ്ഞ വഴക്കുകൾ എവിടെ നടക്കുന്നോ, ഏറ്റവും പരസ്യമായ ആരോപണ പ്രത്യാരോപണങ്ങൾ എവിടെയാണോ അത് നോക്കി മനുഷ്യൻ വോട്ട് ചെയ്തത് ഇരിക്കും. പിന്നെ കിടന്നോണ്ട് സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പൊളിറ്റിക്സ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദേശീയ അവാർഡ്സും കൂടെ പറയണം. കാരണം ആടുജീവിതം എല്ലാവരും പ്രതീക്ഷിച്ചു. മല്ലികാമ്മ തന്നെ ഉർവശി ചേച്ചി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്ത് പറ്റി 2 വാക്കും കൂടെ. അല്ലല്ല, തീർച്ചയായിട്ടും പൃഥ്വിരാജിന് ഇപ്പോൾ നാഷണൽ അവാർഡ്, ഇപ്പോൾ ഇന്നത്തെ കാര്യം അവാർഡ് എന്ന് പറഞ്ഞ ഒരു 10 പേരുടെ തീരുമാനമാണ്. അപ്പോൾ അതിലെ ചെയർമാൻ തന്നെ ബ്ലസ്സിയുടെ ഒരു ഇത് കണ്ടു. ആ പടം പണ്ട് ബോംബെയിലെങ്ങാണ്ട് സ്ക്രീൻ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ബ്ലസ്സിയെ ഒരുപാട് അനുമോദിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു, അത് ഇൻസ്റ്റയിലാണോ, ഞാൻ കണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു 10 പേരുടെ ഇടയിൽ വന്നപ്പോൾ അഭിപ്രായം മാറി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ അവാർഡുകളിൽ ചിലതൊക്കെ കുറച്ചൊക്കെ ഒരു സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പം ഇതൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ശത്രുവാകും. എന്തിനാണ്? ഒരു ചെറിയ സംഘടനയിൽ നടക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പാര വയ്ക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ നാഷണൽ അവാർഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഉടനെ ആരാണ്ട് പറഞ്ഞ് ഇങ്ങനെയാണ് അങ്ങനെയാണ് എമ്പുരാനുള്ളത് കൊണ്ട് അതൊക്കെ ഇപ്പം എന്ത് കണ്ടിട്ടാണ് ഈ എമ്പുരാനെ ഇങ്ങനെ കിടന്ന് പറഞ്ഞെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അത്ര വലിയ ഭീകരമായ, അതെനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കുട്ടികൾക്ക്, പിള്ളേർ ട്രോളായാലും ആരായാലും അവർക്കും അറിയാം. മാരകമായ സംഭവത്തിൽ ഒരു പത്രവാർത്തയിൽ നിന്ന് തുടങ്ങുന്നതാണ് പടം. അല്ലാതെ ആരും ഇരുന്ന് പ്രസംഗിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മളൊരു മഹാറാണി അവരുടെ മകൻ ഒക്കെ ഉള്ള കുടുംബത്തിൽ കൊണ്ടുവന്ന് ഇവർക്ക് ആഹാരവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നു. അതിൽ മകൻ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ സ്വന്തം അമ്മയെ കൊല്ലുന്നതാണ്. അപ്പോൾ കൊന്ന മകനും കൊല്ലപ്പെട്ട അമ്മയും മുസ്ലിങ്ങളല്ലായിരുന്നല്ലോ, അല്ലേ? അപ്പോൾ ആ ഭാഗം ആരെങ്കിലും പറഞ്ഞോ? ഇത് മറ്റേ പണ്ട് നടന്ന. അപ്പോൾ ഇവിടെ കായംകുളം കൊച്ചുണ്ണിയുടെ കഥയെടുക്കാം. കായംകുളം വശത്ത് കത്തനാരും ഇത്തിക്കരെ പക്കി ഇവരുടെയൊക്കെ സ്വന്തക്കാരുടെ കേസ് കൊടുക്കാൻ പോകും. അല്ല, എനിക്കറിയാൻ വേണ്ടി ഇതൊക്കെ ഒരു സിനിമയായിട്ട് കാണുക. നമ്മൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേട്ടറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അറിഞ്ഞോ അറിയാതെ ഒരു ചെറിയ റെഫറൻസ് പോലെ വന്നു എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് പേരെന്താണ്, ഹിന്ദു പേരാണോ മുസ്ലിം? ഇതിനു മുമ്പ് എത്രയോ മുസ്ലിം പേരിലും ഹിന്ദു പേരിലും ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. അത് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും ബലമായിട്ട് വിശ്വസിക്കുന്നു. അവിടെ ഇന്നും എനിക്കുള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രതീക്ഷിച്ചത്, എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മകനടക്കം മോഹൻലാൽ, ഇതെഴുതിയ മുരളി ഗോപി, പിന്നെ ആൻ്റണി പെരുമ്പാവൂർ, മകൻ പൃഥ്വിരാജ്, ഇവർ 4 പേരും കൂടി ഇരുന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യത്തിൽ വിശ്വസിച്ചു. കാരണം അതായിരുന്നു ചെയ്യേണ്ടത്. കാരണം ഇതൊന്നും നിങ്ങളാരും പറയുന്നതൊന്നും ഞങ്ങളാരും ഉദ്ദേശിച്ചിട്ടില്ല. ഇതെന്താ? അപ്പം അത് തെറ്റിച്ചതിൻ്റെ പിന്നിൽ രാജുവിനോടുള്ള പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തി വൈരാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ മകനോട് ഇപ്പോൾ പറഞ്ഞാൽ അവൻ പറയാൻ പോകാൻ എന്നൊക്കെ പറയാം. പക്ഷേ അല്ല, ഞാൻ ചോദിച്ചാൽ എന്താണ് അങ്ങനെ? എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, രാജു ഉണ്ടല്ലോ, ഇതൊന്നും ഇവരുടെ ഇതിനകത്ത് ഈ ഫേസ്ബുക്കിലൊക്കെ ഈ ഫാൻസുകാരിടുന്നതല്ലാതെ രാജു ഇതൊന്നും കാണുന്നില്ല. ഞാനിട്ട പോസ്റ്റ് പോലും കാണാറില്ല. പിന്നെ ഞാൻ വിളിച്ചു പറയും അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നെങ്കിൽ അത് അപ്പം തന്നെ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യും. അപ്പോഴത്തേക്ക് തിരുത്തണമെന്ന് പറയുന്നു, തിരുത്തിയെന്ന് പറയുന്നു, ക്ഷമ പറഞ്ഞെന്ന് പറയുന്നു, സെൻസർ ബോർഡിൽ പോയി അങ്ങോട്ട് പറയുന്നു. എന്തിനായിരുന്നു എന്ത് കോലാഹലം? ഒരു അജ്ഞാതമായ ഏരിയ ആണത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല, സത്യത്തിൽ അറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഒരാൾ അനാവശ്യമായിട്ട് ഇത് ആരും അറിഞ്ഞില്ല, പൃഥ്വിരാജ് എഴുതി ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിക്കും. അതിനെയും പ്രതികരിക്കും, അതൊരു സംശയമുണ്ട്. അതിന് ഏത് വലിയ കൊമ്പത്തെ ആളാന്ന് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കും. അതെൻ്റെ സ്വഭാവമാണ്. അത് അവർ പ്രതികരിക്കില്ലായിരിക്കാം, മക്കൾ പ്രതികരിക്കും. പക്ഷേ എനിക്ക്, ഞാൻ ഒന്ന് എൻ്റെ മോനല്ലേ, അപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്കത് കൊണ്ടു. അപ്പോൾ പറയാം, എല്ലാ ചാനലുകാരും പറഞ്ഞല്ലോ, ഇവിടെ ഏതെങ്കിലും സിനിമാ സംഘടനകൾ അന്ന് പ്രതികരിച്ചോ? ഒരു വ്യക്തി പ്രതികരിച്ചോ? ഈ അമ്മക്കാരിൽ ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചോ? ഇവരൊക്കെ അല്ലേ വോട്ട് ചോദിക്കുന്നത് നമ്മളോടൊക്കെ.
അപ്പം ഞാനത് കുറ്റപ്പെടുത്തി പറയില്ല, ഭയം കൊണ്ടാണ് പ്രതികരിക്കാത്തത്. ഉം. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ എൻ്റെ ശത്രുവാകും എന്നുള്ള ഒരു തോന്നലാണ്. അത് ഞാൻ ഈ പറയുന്നത് 100% സത്യമാണെന്നുള്ളത് ഈ കേട്ടോണ്ടിരിക്കുന്ന അതെ. എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ശരിയാണ് എന്ന് പറയാനും പേടിയാണ്.